بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. اللهم اغفر لنا ذنوبنا كلها دقها وجلها وسرها وأولها وآخرها وعلانيتها وسرها. أما بعد. സൂറത്തു അൽ മുംതഹനയുടെ തഫ്സീറാണ് നമ്മൾ പഠിച്ചു വരുന്നത്. ഈ സൂറത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, ഇബ്രാഹിം നബിയും കൂടെയുള്ളവരും ഖൗമിനോട്, ജനങ്ങളോട് പറഞ്ഞ കാര്യത്തിൽ നിങ്ങൾക്ക് മാതൃകയുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹു പറയുന്നു, ഇല്ലാ ഖൗല ഇബ്രാഹിം ലി അബീഹി ലഅസ്തഗ്ഫിറന്ന ലക് وما أملك لك من الله من شيء ربنا عليك توكلنا وإليك أنبنا وإليك المصير. ഇബ്രാഹിം നബിയിലും കൂടെയുള്ളവരിലും നിങ്ങൾക്ക് ഉസ്വത്തുണ്ട്, അഥവാ മാതൃകയുണ്ട്. ഇല്ലാ ഖൗല ഇബ്രാഹിമ ലി അബീഹി, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ വാക്കിലൊഴികെ. ഇല്ലാ ഖൗല ഇബ്രാഹിമ ലി അബീഹി, അവിടുത്തെ പിതാവിനോടുള്ള, ഉപ്പയോടുള്ള ഇബ്രാഹിം നബിയുടെ വാക്കിലൊഴികെ, അഥവാ അതിൽ നിങ്ങൾക്ക് മാതൃകയില്ല. എന്താണ് ഉപ്പയോട് ഇബ്രാഹിം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ലഅസ്തഗ്ഫിറന്ന ലക്, ലഅസ്തഗ്ഫിറന്ന ലക്, ഞാൻ താങ്കൾക്ക് വേണ്ടി അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞതിൽ നിങ്ങൾക്ക് മാതൃകയില്ല. അഥവാ ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ഈ ആയത്തിന്റെ തഫ്സീറിൽ പറയുന്നു, ഐ ലൈസ ലക്കും ഫീ ദാലിക ഉസ്വ, അതിൽ നിങ്ങൾക്ക് മാതൃകയില്ല. ഐ ഫിൽ ഇസ്തിഗ്ഫാരി ലിൽ മുശ്രിക്കീൻ, മുശ്രിക്കുകൾക്ക് വേണ്ടി പാപമോചനം തേടുക എന്നതിൽ നിങ്ങൾക്ക് മാതൃകയില്ല, അത് ചെയ്യരുത്. هكذا قال ابن عباس ومجاهد وقتادة, ഈ തുടങ്ങിയ സഹാബികളും താബിഈങ്ങളുമൊക്കെ ഇതാണ് ഈ ആയത്തിന്റെ തഫ്സീറിൽ പറഞ്ഞിട്ടുള്ളത്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അത് അവന്റെ ഖുർആനിൽ തന്നെ വിലക്കിയിട്ടുള്ളതാണ്. മാ കാന ലിന്നബിയ്യി വല്ലദീന ആമനൂ അൻ യസ്തഗ്ഫിറൂ ലിൽ മുശ്രികീന വലൗ കാനൂ ഉലി ഖുർബ من بعد ما تبين لهم أنهم أصحاب الجحيم وما كان استغفار إبراهيم لأبيه إلا عن موعدة وعدها إياه فلما تبين له أنه عدو لله تبرأ منه إن إبراهيم لأواه حليم. سورة توبة إلى الله برنو ما كان للنبي النبي صلى الله عليه وسلم كبار الله വല്ലദീന ആമനു, മുഅ്മിനുകൾക്കും പാടില്ല, അൻ യസ്തഗ്ഫിറൂ ലിൽ മുശ്രിക്കീൻ, മുശ്രിക്കുകൾക്ക് വേണ്ടി പാപമോചനം തേടാൻ, അവർക്ക് പുറത്തു കൊടുക്കണേ എന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ നബിക്കോ നബിയുടെ കൂടെ നബിയിൽ വിശ്വസിച്ച മുഅ്മിനുകൾക്കോ പാടില്ല. വലൗ കാനൂ ഉലി ഖുർബ, ഈ മുശ്രിക്കുകൾ അടുത്ത ബന്ധുക്കളായാൽ പോലും. മിൻ ബഅദി മാ തബയ്യന ലഹും അന്നഹും അസ്ഹാബുൽ ജഹീം, അവർ അഥവാ മുശ്രിക്കുകൾ നരകത്തിന്റെ ആളുകളാണ് എന്ന് വ്യക്തമായതിനു ശേഷം, ശരിക്കും നരകത്തിന്റെ ആളുകളാണ് എന്ന് അറിഞ്ഞതിന് ശേഷം മുഅ്മിനുകൾക്ക് അത് പാടില്ല. മുഅ്മിനുകൾക്ക് അറിഞ്ഞ കാര്യമാണ് മുശ്രിക്കുകൾ നരകത്തിലാണെന്ന്. അതുകൊണ്ട് മുശ്രിക്കായി മരിച്ചവന് വേണ്ടി ഇസ്തിഗ്ഫാർ പാടില്ല. ഇബ്രാഹിം അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പ അബൂ താലിബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപ്പാന്റെ സഹോദരനാണ്. അദ്ദേഹം മരണപ്പെട്ടപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്ത് അവതരിപ്പിച്ചിട്ടുള്ളത്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം പറഞ്ഞു, ഞാൻ താങ്കൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തും, മാലം ഉൻഹ അൻ, അള്ളാഹു എന്നത് വിലക്കാത്തിടത്തോളം. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് വിലക്കുകയുണ്ടായി. അപ്പോൾ മുശ്രിക്കുകൾക്ക്, കുഫാറുകൾക്ക് വേണ്ടി അവർ മരണപ്പെട്ടാൽ ഇസ്തിഗ്ഫാർ പാടില്ല. അവർ ജീവിച്ചിരിക്കെ അവർക്ക് ഹിദായത്ത് ലഭിക്കാൻ ദുആ ചെയ്യാം.
ഇത് അസ്ലിയായ കുഫാറുകളെ മുശ്രിക്കുകളെ കുറിച്ചാണ്. എന്നാൽ മുസ്ലിയാക്കന്മാർ പ്രചരിപ്പിക്കാറുണ്ട്, ഇതാ മക്കള് ഏതെങ്കിലും സലഫി മസ്ജിദിലേക്ക് നിസ്കരിക്കാൻ പോകുന്നുണ്ട്, അപ്പോൾ ഉപ്പാനോടും ഉമ്മാനോടും പറയുന്നു മരിച്ചാൽ പിന്നെ നിങ്ങൾക്ക് കൊണ്ട് ദ്വാ പോലും ചെയ്യുകയില്ല, കുഴിച്ചിട്ട് നിങ്ങൾ തിരിച്ചു വരും എന്ന് പറഞ്ഞ് പേടിപ്പിക്കാറുണ്ട്. അത് രണ്ട് നിലക്കാണ്. ഒന്ന്, ഇവർക്ക് പിന്നെ ദ്വാ എന്നുള്ള പരിപാടിയൊന്നുമില്ല, ദ്വാ ഒക്കെ നമുക്കാണ്. ദ്വാവും ദിക്റും സ്വലാത്തും ഖത്തം തീർക്കലൊക്കെ നമുക്ക് മാത്രമുള്ളതാണ്. ഇവർക്കതൊന്നുമില്ല, ഇവരൊരു വരണ്ട ദീനിൻ്റെ ആളുകളാണ് എന്ന് മുസ്ലിയാക്കന്മാർ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി പറയാറുണ്ട്. ഒന്നത് ഇത് കളവാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ച എല്ലാ ദുആവും നമ്മൾക്കുമുണ്ട്. അവിടുന്ന് പഠിപ്പിച്ച സന്ദർഭങ്ങളിലുള്ള ദുആ എല്ലാം നമുക്കുണ്ട്. അവിടുന്ന് പഠിപ്പിക്കാത്ത ദുആ ഇല്ല. അള്ളാഹു അല്ലാത്തവരോടുള്ള ദുആ ഇല്ല. മുസ്ലിയാർക്ക് പൈസ കൊടുത്ത് ദുആ അർപ്പിക്കലും ഇല്ല. രണ്ടാമത്, ഈ പറയുന്നതിൻ്റെ ഇത് പറയാനുള്ള മറ്റൊരു കാരണം, നമ്മളൊക്കെ ഒന്നാകെ കാഫറും മുശ്രിക്കുമാണ്, നമ്മളൊക്കെ ഒന്നാകെ ഇസ്ലാമെന്ന് പുറത്തു പോയവരാണ് എന്നാണ് ഇവർ പറയുന്നത് എന്ന് മുസ്ലിയാക്കന്മാർ സാധാരണക്കാരെ ധരിപ്പിക്കുന്നു. യഥാർത്ഥത്തിൽ അങ്ങനെ കേരളത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രദേശത്തോ ഉള്ള മുസ്ലിമീകൾ ഒന്നാകെ കാഫിറാക്കുക, മുശ്രിക്കാക്കുക എന്നതൊരിക്കലും അഹ്ലുസുന്നത്തിൻ്റെ ആളുകളുടെ സലഫികളുടെ ശൈലിയല്ല. മറിച്ച് ശിർക്ക് ഇന്നതാണ്, കുഫർ ഇന്നതാണ് എന്ന് വ്യക്തമായി വിശദീകരിച്ചു കൊടുക്കുക. അത് ചെയ്യുന്ന ആളുകൾ, കുഫറും ശിർക്കും ചെയ്യുന്ന ആളുകൾ മുശ്രിക്കുകളാണ്, കാഫറുകളാണ് എന്ന് പറയുക. പക്ഷേ അത് വ്യക്തികൾക്ക് ബാധകമാക്കുമ്പോൾ അതിൻ്റെ മുന്നേ ഒരുപാട് പടവുകൾ കടക്കേണ്ടതുണ്ട്. എന്നിട്ട് മാത്രമേ അത് വ്യക്തികൾക്ക് ബാധകമാക്കാൻ പാടുള്ളൂ. മാത്രമല്ല, അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു തേടുന്നവരും അള്ളാഹുവിനോട് മാത്രം വിളിച്ചു തേടുന്നവരും ഒരിക്കലും ഒരുപോലെയല്ല. പല ആളുകളും അവർ അള്ളാഹുവിനോട് മാത്രമേ നമ്മൾ തേടുകയുള്ളൂ എന്ന് പറയുന്നു. അള്ളാഹുവിനോട് മാത്രമേ നമ്മൾ തേടുകയുള്ളൂ. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അതുപോലെ നല്ലവരായ ആളുകളും അവരെ ഞങ്ങളുടെ ഇടയിൽ വെക്കും. എങ്ങനെയാണ് ഇടയിൽ വെക്കുക? അള്ളാഹുവിനോട് തന്നെയാണ് തേട്ടം. ദുആ അള്ളാഹുവിനോട്, അള്ളാഹുവേ നീ തരണേ ഈ സാലിഹായ മനുഷ്യന്റെ ബറക്കത്ത് കൊണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബറക്കത്ത് കൊണ്ട് എന്ന് തേടുന്ന ആളുകൾ നമ്മൾ പറയും അത് ബിദ്അത്താണ്. അള്ളാഹുവിനോട് ദുആ അള്ളാഹുവിനോടായതുകൊണ്ട് അള്ളാഹുവെ തരണേ എന്നാണ് ചോദ്യം, റബ്ബിനോടാണ് ചോദ്യം. നമ്മൾ പറയും അത് ബിദ്അത്താണ്, തെറ്റാണ്, ചെയ്യരുത്. പക്ഷെ അത് ശിർക്കല്ല. ഇങ്ങനെ ചെയ്യുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലും പല നാടുകളിലുമുണ്ട്. അവർ അർത്ഥമറിയാതെ ചൊല്ലുന്ന മൗലിദിൻ്റെയും ബുർദയുടെയും അർത്ഥം നമ്മൾ അങ്ങോട്ട് പറഞ്ഞു കൊടുത്താൽ അവർ ഞെട്ടിപ്പോകും. അവരിൽ പലരും ഇങ്ങനെ നബിയോട് ഇതിൽ തേടുന്നത് ഉണ്ടോ എന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്ന് പറയും. അവരത് ചെയ്യാതിരിക്കുകയും ചെയ്യും. അങ്ങനെ ഒരുപാട് ആളുകൾ തൗഹീദ് പൂർണ്ണമായി മനസ്സിലാക്കിയവരുണ്ട്. അപ്പം ഇത് വ്യക്തമായി നമ്മൾ വേർതിരിക്കേണ്ടതുണ്ട്. അള്ളാഹുവിനോട് മാത്രം തേടുന്നവരും അള്ളാഹു അല്ലാത്തവരോടും നേർക്ക് നേരെ തേടുന്നവരും ഒരുപോലെയല്ല. എന്നാൽ വേറെ ചിലരാകട്ടെ, അവർ നമ്മൾ അള്ളാഹുവിൻ്റെ പടപ്പുകളോട് തേടും, അവരോട് ദുആ ചെയ്യാം, അവരോട് ഇസ്തിഗാസ നടത്താം എന്ന് ചില മുസ്ലിയാക്കന്മാരെ പോലെ അതേപോലെ പറയുന്നവരുണ്ട്. അവർ ചെയ്യുന്ന ശിർക്ക് തന്നെയാണ്, സംശയമില്ല. അവർക്ക് തൗഹീദിൻ്റെ തെളിവുകൾ, ശിർക്കിനെതിരെയുള്ള ഇസ്ലാമിൻ്റെ തെളിവുകൾ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടതുണ്ട്. എന്നിട്ട് ശേഷം മാത്രമേ അവർക്ക് പോലും അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു തേടുന്നവരുടെ വിധി, കുഫറിൻ്റെ ശിർക്കിൻ്റെ വിധി വ്യക്തിപരമായി ബാധകമാകൂ എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതും എങ്ങനെയാണ് ഇത് മുസ്ലിമീങ്ങൾ ഒന്നാകെ തക്ഫീർ നടത്തലാവുക? ഇതൊരിക്കലും മുസ്ലിമീങ്ങളെ കാഫറാക്കാനല്ല, മറിച്ച് ശിർക്ക് ചെയ്യുന്നവൻ ചെയ്യുന്നത് ശിർക്കാണ്, ശിർക്ക് ചെയ്യുന്നവൻ മുശ്രിക്കാണ്, കുഫർ ചെയ്യുന്നവൻ കാഫിറാണ് എന്നത് പറയൽ ദീനാണ്. അത് അള്ളാഹു പറഞ്ഞതാണ്, അവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അതിന് അറിഞ്ഞുകൊണ്ട് അറബി അറിയുന്ന, ഖുർആൻ അറിയുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ അറിയുന്ന
സഹീൽ ബുഖാരി ഖതമ തീർത്തു എന്നൊക്കെ പറയുന്ന മുസ്ലിയാക്കന്മാരുണ്ട്. എന്നിട്ട് പച്ചക്ക് അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് തേടുകയും തേടാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുകയും ചെയ്യും. അവരൊന്നും നമ്മൾ ഇസ്ലാമിൻ്റെ കണക്കിൽ കൂട്ടിയിട്ടില്ല, യാതൊരു സംശയം വേണ്ട. അങ്ങനെയുള്ള മുസ്ലിയാക്കന്മാരെ ഇസ്ലാമിൻ്റെ കണക്കിനോ മുസ്ലിമീങ്ങളുടെ കണക്കിനോ ഞങ്ങൾ കൂട്ടിയിട്ടേ ഇല്ല, അതിൽ യാതൊരു സംശയവും വേണ്ടതില്ല. പറഞ്ഞു വരുന്നത് സാധാരണക്കാരായ മുസ്ലിമീങ്ങൾ ഒന്നാകെ, അല്ലെങ്കിൽ വെറും ഒന്നും അറബിയൊന്നും അറിയില്ല അങ്ങനത്തെ പല മുസ്ലിയാക്കന്മാരുണ്ട് നമ്മുടെ നാട്ടിൽ. എത്രയോ ആളുകളുണ്ട്. ഒരു തലയിക്കെട്ടും യാസീനും കുറച്ച് ദ്വാവും, ഇത് മാത്രമാണ് അവരുടെ ആകപ്പാടുള്ള സമ്പാദ്യം. അതിനെ കൊണ്ടാണ് ജീവിച്ചു പോകുന്നത്. അങ്ങനെയുള്ള എത്രയോ മുസ്ലിയാക്കന്മാരുണ്ട്. സംസാരിച്ചാൽ നമ്മോട് പലതും സമ്മതിക്കുന്നവർ. അങ്ങനെയുള്ള മുസ്ലിയാക്കന്മാരെയും നമ്മൾ ഒരിക്കലും തക്ഫീർ നടത്തുന്നില്ല, കാഫറാണെന്നോ മുശ്രിക്കാണെന്നോ പറയുന്നില്ല. ഇനി വ്യക്തമായ കുഫറും ശിർക്കും പ്രചരിപ്പിക്കുന്ന ഇവരുടെ വകുപ്പ് ഏതാണെന്ന് അറിയുന്ന മുസ്ലിയാക്കന്മാരെ തന്നെ പരസ്യമായിട്ട് അവർ ഇന്നതാണെന്ന് പ്രഖ്യാപിച്ചതുകൊണ്ട് നമുക്ക് കാര്യമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് ചിലപ്പോൾ അവർ അനുയായികളായ ആളുകൾ പോലും നമ്മളിൽ നിന്ന് അകന്നേക്കാം, നമ്മൾ പറയുന്ന കാര്യം കേൾക്കാതെ വന്നേക്കാം. അപ്പോൾ ഇങ്ങനെയാണ് തക്ഫീറിൻ്റെ വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിൽ അതിരുവിടാനോ എന്നാൽ വരണ്ടു പോകാനോ പാടില്ല. ഹക്ക് ഏതാണോ അത് യഥാർത്ഥ നിലക്ക് സന്ദർഭത്തിനും സാഹചര്യത്തിനും ഒക്കെ അനുസരിച്ചാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ പറഞ്ഞു വന്നത്, ഇങ്ങനെ പറയുന്ന നമ്മളെങ്ങനെ നമ്മുടെ മരിച്ചുപോയ മുസ്ലിമീങ്ങളായ നമുക്കറിയുന്നവർ മുസ്ലിമീങ്ങളാണെന്നാണ്, അവരെ നമുക്ക് എങ്ങനെ തക്ഫീർ നടത്താൻ പറ്റും? ശിർക്ക് ചെയ്യുന്നുണ്ടോയെന്ന് നമുക്ക് വ്യക്തമായി അറിയാത്ത എല്ലാ മുസ്ലിമീങ്ങളെയും നമ്മൾ മുസ്ലിമീങ്ങളായിട്ടാണ് കാണുന്നത്. ഉദാഹരണത്തിന് അതാ നമ്മൾ നടന്നു പോകുമ്പോൾ ഒരാൾ ഇങ്ങോട്ട് കടന്നു വരുന്നു, അയാൾ നമ്മുടെ അസ്സലാമു അലൈക്കും പറയും, നമ്മൾ വലൈക്കും അസ്സലാം എന്ന് പറയും. നമ്മൾക്ക് അയാൾ എന്താ ഏതാണെന്നറിയോ? ഇല്ല, അയാൾ സലാം പറഞ്ഞു, അയാൾ മുസ്ലിമാന്ന് നമ്മൾ മനസ്സിലാക്കുന്നു, വലൈക്കും അസ്സലാം എന്ന് പറയും. അതുപോലെ തന്നെയാണ് അങ്ങോട്ടും മുസ്ലിം പേര് അറിയാം, നമുക്ക് മുസ്ലിങ്ങളാണ്, പേരുണ്ട് നമുക്കറിയാം മുസ്ലിം, ബാക്കിയൊന്നും നമുക്കറിയില്ല. അല്ലെങ്കിൽ അയാളുടെ വേഷം കൊണ്ട് നമുക്കറിയാം അയാൾ മുസ്ലിമാണ്, ബാക്കിയൊന്നും നമുക്കറിയില്ല. നമ്മളയാൾ മുസ്ലിമായി കണക്കൂട്ടും, അസ്സലാമു അലൈക്കും സലാം പറയും, അയാളോട് സലാം പറയും, അയാൾ സലാം പറഞ്ഞാൽ മടക്കും, അയാളുടെ പിന്നിൽ നിസ്കരിക്കും, അയാൾ അർത്ഥം തിന്നും ഒക്കെ ചെയ്യും. എന്നാൽ അതല്ലാത്ത ആളുകൾ, വ്യക്തമായി ശിർക്ക് ചെയ്യുന്നു എന്നറിയുന്ന ആളുകൾ, അവരോടാണ് നമ്മൾ അതിനനുസരിച്ചുള്ള നിലപാട് സ്വീകരിക്കുക. ഏതുപോലെ അതാ നമ്മൾ നടന്നു പോകുമ്പോൾ നമുക്ക് നേരത്തെ അറിയാം അയാളുടെ പേര് ഒരു രാമനെന്നോ ഒരു കൃഷ്ണനെന്നോ മറ്റോ ആണ്. അയാൾ നമുക്ക് നേരത്തെ അറിയാം, അയാളുടെ പേര് ഇന്നതാണ്, അയാൾ മുസ്ലിം അല്ല. അയാൾ റോട്ടിലൂടെ നടന്നു വരുന്നു, ഇയാളെങ്ങാനും ഇന്നലെ ഷഹാദത്ത് വലിയ മുസ്ലിമായിട്ടുണ്ടാവുമോ എന്ന് വിചാരിച്ചിട്ട് നമ്മളോട് സലാം പറയുമോ? ഇല്ലല്ലോ, ഇല്ല. കാരണം അയാളുടെ അസ്സലാണ് അയാൾ കാഫറാണ്, അസ്സലാണ് അയാൾ മുശ്രിക്കാണ്. അതുകൊണ്ട് മുസ്ലിമായിട്ടുണ്ടാവുമോ എന്നുള്ള സംശയത്തിൽ അയാളോട് നമ്മൾ ഇസ്ലാമിൻ്റെ നിലപാട് സ്വീകരിക്കുകയില്ല. നേരെ തിരിച്ച് അതേപോലെ തന്നെ ഒരാളുടെ പേര് മുസ്ലിമിൻ്റെ പേരാണെന്ന് നമുക്കറിയാം, അയാളുടെ വേഷം ഇസ്ലാമിൻ്റെ വേഷം, വേറൊന്നും നമുക്ക് അയാളെ പറ്റി അറിയില്ല. അയാൾ ശിർക്ക് ഉണ്ടാവുമോ എന്ന് സംശയിച്ചിട്ട് അയാളോട് എന്ത് നിലപാട് എടുക്കേണ്ടതില്ല? ശിർക്ക് ചെയ്യുന്ന ആളുകളോടുള്ള നിലപാട് സ്വീകരിക്കേണ്ടതില്ല. ഇതാണ് യഥാർത്ഥ ദീൻ. അഹ്ലുസുന്നത്തിൻ്റെ പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുള്ള വളരെ എളുപ്പമുള്ള, വളരെ നല്ല, പ്രയാസമില്ലാത്ത ദീനിൻ്റെ നിലപാട് ഇതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, അസ്ലിയായ കാഫിർ, മുശ്രിക്ക്, അവർക്ക് വേണ്ടി നമ്മൾ ഇസ്തിഗ്ഫാർ നടത്തുകയില്ല. അതുപോലെ ശിർക്കിലായിട്ടാണ് മരിച്ചത് എന്ന് നമുക്ക് ഉറപ്പുള്ള ആളുകൾക്കും നമ്മളങ്ങനെ ചെയ്യുകയില്ല. എന്നാൽ അവരിൽ തന്നെ അവർക്ക് ആളുകൾ ഇസ്ലാമിൻ്റെ തെളിവുകൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടോ, ദീൻ അവർക്ക് എത്തിയിട്ടുണ്ടോ എന്നത് നമ്മൾ നോക്കേണ്ടതുണ്ട്. എന്നിട്ട് മാത്രമേ അവരോട് കുഫറിൻ്റെ ശിർക്കിൻ്റെ ആളുകളോടുള്ള നിലപാട് സ്വീകരിക്കുകയുള്ളൂ എന്ന് ഈ ആയത്തിൻ്റെ തഫ്സീറിൽ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കുക. അപ്പോൾ ഒരുപാട് പ്രയാസങ്ങൾ, അതിൻ്റെ പിന്നിലുള്ള പ്രയാസങ്ങൾ നീങ്ങും ബിഇദ്നില്ലാ. റബ്ബന അലൈക, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഉപ്പയോട് പറഞ്ഞു, വമാ അംലികു ലക മിനല്ലാഹി മിൻ ഷൈ, വമാ അംലികു ലക മിനല്ലാഹി മിൻ ഷൈ, വമാ അംലികു, ഞാൻ ഉടമപ്പെടുത്തുന്നില്ല, എൻ്റെ മിൽക്കിലില്ല, ലക, താങ്കൾക്ക്, മിനല്ലാഹി മിൻ ഷൈ, അള്ളാഹുവിൽ നിന്നൊന്നും താങ്കൾക്ക് വേണ്ടി ഞാൻ ഉടമപ്പെടുത്തുകയില്ല. അഥവാ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീൻ സ്വീകരിച്ചവർക്ക് വേണ്ടിയല്ലാതെ ഒരു ഉപകാരവും ചെയ്യാൻ അള്ളാഹുവിൻ്റെ നബിമാർക്ക് പോലും സാധിക്കുകയില്ല.
അവർ കുഫറിലാണ്, അള്ളാഹുവിൻ്റെ ആയത്തുകളിൽ വിശ്വസിച്ചിട്ടില്ലേ, അവർ അള്ളാഹുവിൻ്റെ ഏറ്റവും അടുത്തവരുടെ ബന്ധുക്കളായാൽ പോലും അവർക്ക് യാതൊരു പ്രയോജനവും ഉണ്ടാവുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വന്തം ബന്ധുക്കളായാൽ പോലും, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ബന്ധുക്കളായാൽ പോലും അവനവൻ്റെ അമൽ മാത്രമേ അവനവനെ രക്ഷിക്കുകയുള്ളൂ. മൻ ബത്തഅ ബിഹി അമലുഹു ലം യുസ്രി ബിഹി നസബുഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ബത്തഅ ബിഹി അമലുഹു, ആരുടെയെങ്കിലും അമൽ പതുക്കെയാണ് സഞ്ചരിക്കുന്നതെങ്കിൽ അവൻ്റെ നസബ്, അവൻ്റെ തറവാട് അവനെയും കൊണ്ട് വേഗത്തിൽ പോവുകയില്ല. അമൽ അനുസരിച്ച് മാത്രമേ കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുകയുള്ളൂ. അമൽ നന്നായി, അയാൾ നല്ല കുടുംബത്തിലുമാണ് ജനിച്ചത് എങ്കിൽ ഖൈർ, അൽഹംദുലില്ലാഹ്. അയാൾ വലിയ തറവാട്ടിലാണ് ജനിച്ചത്, പക്ഷെ അയാളുടെ അമൽ മോശമാണ്, അയാളുടെ തറവാട് അയാളെ രക്ഷിക്കുകയില്ല. ഒരാൾ വലിയ തറവാട്ടിലൊന്നുമല്ല ജനിച്ചത്, പക്ഷെ അയാൾ അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ആളാണെങ്കിൽ അള്ളാഹുവിൽ അവന് വലിയ സ്ഥാനമുണ്ട്, ജനങ്ങൾക്കിടയിൽ അവന് സ്ഥാനമില്ലെങ്കിലും. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, അള്ളാഹുവിൽ ഏറ്റവും ഇക്റാമുള്ളത്, ബഹുമാനിക്കപ്പെടുന്നത് അത്ഖാക്കും, നിങ്ങളിൽ ഏറ്റവും തഖ്വയുള്ളവനാണ്. ആയത്തിനെ കുറിച്ച് നമ്മൾ എത്ര ആലോചിച്ച് നോക്കണം. കാരണം ജനങ്ങൾ നോക്കൂ, ജനങ്ങൾ ദുനിയാവിൽ ആഗ്രഹിക്കുന്നത് എന്താണ്? നമുക്ക് മനസ്സിലാവും, ഇക്റാമാണ്. പണവും അതുപോലെ അധികാരവും ഒക്കെ ഒരാൾക്കുണ്ട്, പക്ഷെ ആരും തിരിഞ്ഞു നോക്കുന്നില്ല. നോക്കൊരു ഒരു ബുദ്ധി ഇല്ലാത്ത ഒരാളാണെന്ന് കൂട്ടിക്കോളും. ആൾ ബുദ്ധിക്ക് ചെറിയ തകരാറുണ്ട്, മാനസിക നില തെറ്റിയ ആളാണ്, വലിയ സമ്പത്തിനുടമയാണ്. ആരെങ്കിലും അയാളെ ബഹുമാനിക്കുമോ? യഥാർത്ഥ ഒരു ഇക്റാം അയാൾക്ക് കിട്ടുകയില്ല. എന്നതുപോലെ യഥാർത്ഥത്തിൽ മനുഷ്യരിൽ പലരും ആഗ്രഹിക്കുന്ന ഇക്റാമാണ്. സമ്പന്നരാകാൻ പലരും ആഗ്രഹിക്കുന്നത് സമ്പന്നർക്ക് ഉള്ള ബന്ധങ്ങൾ, നല്ല നല്ല ആളുകൾ, അവരങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾ ബഹുമാനിക്കുന്നു, അവരങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സന്ദർശിക്കുന്നു, അവരുടെ ചടങ്ങുകൾക്ക് ഒരു പ്രൗഢിയുണ്ട്, അവരുടെ ആഘോഷങ്ങൾക്ക് ഒരു നിലയും വിലയുമുണ്ട്. ഇതൊക്കെയാണ് മനുഷ്യൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ സഹോദര, നിനക്ക് ഇക്റാം വേണോ? അള്ളാഹുവിനെ സൂക്ഷിച്ചോളൂ. അള്ളാഹുവിനെ നീ സൂക്ഷിച്ചാൽ ഈ ലോകത്തും പരലോകത്തും നീ മുക്രമാണ്. നിനക്ക് അള്ളാഹു ആദരവും ബഹുമാനവും നൽകും ഇൻഷാ അള്ളാഹ്. പരലോകത്ത് ഇക്റാം അതാണ് ഏറ്റവും നല്ലത്, ഏറ്റവും വലുത്. അള്ളാഹുവിനെ നീ ധിക്കരിച്ചോ, അള്ളാഹു നിന്നെ അപമാനിച്ചു കളയും. അള്ളാഹു അപമാനിച്ചാൽ വമൻ യുഹിനില്ലാഹു ഫമാ ലഹു മിൻ മുക്രിം, അള്ളാഹു അപമാനിച്ചവനെ ആദരിക്കാൻ ആരുമില്ല. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഉപ്പയോട് പറഞ്ഞു, വമാ അംലികു ലക മിനല്ലാഹി മിൻ ശൈഇ റബ്ബനാ അലൈക തവക്കൽനാ വഇലൈക അനബ്നാ വഇലൈകൽ മസീർ റബ്ബനാ ലാ തജ്അൽനാ ഫിത്നതൻ ലില്ലദീന കഫറൂ വഗ്ഫിർ ലനാ റബ്ബനാ ഇന്നക അൻതൽ അസീസുൽ ഹകീം. അവർ ദുആ ചെയ്തു, ഇബ്രാഹിം നബിയും കൂടെയുള്ളവരും ദുആ ചെയ്തു, റബ്ബനാ അലൈക തവക്കൽനാ, റബ്ബേ നിന്നിൽ മാത്രമാണ് ഞങ്ങൾ തവക്കുലാക്കിയിട്ടുള്ളത്. അലൈക എന്നത് ആദ്യം പറഞ്ഞതുകൊണ്ട് എന്തർത്ഥം കിട്ടി? ഇയാക്ക എന്നത് ആദ്യം പറഞ്ഞതുപോലെയാണ്. അല്ലാഹുവേ നിന്നിൽ മാത്രമാണ് ഞങ്ങൾ തവക്കുലാക്കിയിട്ടുള്ളത്, ഭരമേൽപ്പിച്ചിട്ടുള്ളത്. കാരണം അതിന് വലിയ തവക്കുൽ ആവശ്യമാണ്. ഈ ഖൗമിനോട് അവർ പറഞ്ഞ വാക്ക്, നിങ്ങൾ ഞങ്ങളുമായി ബന്ധമില്ല, ഞങ്ങൾ നിങ്ങൾ തമ്മിൽ ശത്രുതയാണ് എന്നൊക്കെയുള്ള അവരുടെ വാക്കിന് റബ്ബിലുള്ള വലിയ തവക്കുലുണ്ടെങ്കിൽ അത് സാധിക്കുകയില്ല. റബ്ബന അലൈക തവക്കൽന വഇലൈക അനബ്ന, അല്ലാഹുവേ നിന്നിലേക്കാണ് ഞങ്ങൾ തൗബ ചെയ്ത് മടങ്ങിയിട്ടുള്ളത്. ഇനാബ എന്ന വാക്കിൽ നിന്നാണ് അനബ്ന എന്നത് വന്നിട്ടുള്ളത്. ഇബാദത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഇബാദത്താണ് അൽ ഇനാബ. അള്ളാഹുവിന് മുന്നിൽ മുനീബുകളായിരിക്കുക, അവനിലേക്ക് കീഴൊതുങ്ങിയ, അവന് കീഴ്പ്പെട്ട, അവനിലേക്ക് തൗബ ചെയ്ത് മടങ്ങിയവരായിരിക്കുക. വഇലൈക്കൽ മസീർ, നിന്നിലേക്കാണ് അൽ മസീർ അഥവാ മടക്കം. ഇബ്ൻ കസീർ പറയുന്നു, ഐ തവക്കൽനാ അലൈക ഫീ ജമീഇൽ ഉമൂരി വസല്ലംനാ ഉമൂറനാ ഇലൈക വഫവ്വദ്നാഹാ ഇലൈക വഇലൈക്കൽ മസീർ. അല്ലാഹുവേ നിന്നെയാണ് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചിട്ടുള്ളത്, നിന്നിലേക്കാണ് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിന്നിലാണ് സമർപ്പിച്ചിട്ടുള്ളത്, നിന്നിലേക്കാണ് തിരിച്ചു വരാനുള്ളത്. റബ്ബന, ഞങ്ങളുടെ റബ്ബേ, ലാ തജ്അൽന, നീ ഞങ്ങളെ ആക്കി തീർക്കരുതേ, ഫിത്നതൻ ലില്ലദീന കഫറു, ദീനിനെ നിഷേധിച്ച ആളുകൾക്ക് നീ ഞങ്ങളെ ഫിത്ന ആക്കരുതേ, നീ ഞങ്ങളെ ഫിത്ന ആക്കരുതേ. എന്താണ് ഞങ്ങളെ അവർക്ക് ഫിത്ന ആക്കല്ലേ എന്ന് പറഞ്ഞാൽ അതിന് ചില തഫ്സീറുകൾ വന്നിട്ടുണ്ട്.
ഇമാം മുജാഹിദ് ഇബ്ൻ ജബർ എന്ന താബിഈ അദ്ദേഹം പറയുന്നു, അതിൻ്റെ അർത്ഥം ലാ തുഅദ്ദിബ്ന ബി ഐദീഹിം, ഒന്ന് അള്ളാഹുവേ അവരെ കൊണ്ട് നീ ഞങ്ങളെ ശിക്ഷിക്കരുതേ, ഞങ്ങളുടെ ശത്രുക്കൾക്ക് കുഫാറുകൾക്ക് നീ ഞങ്ങൾക്ക് മുകളിൽ ഞങ്ങളെ ശിക്ഷിക്കാൻ അവർക്ക് അവസരം, അവർക്ക് ഞങ്ങളെ ശിക്ഷിക്കാൻ നീ വിധി ഉണ്ടാക്കരുതേ. വലാ ബിഅദാബിൻ മിൻ ഇൻദിക ഫയഖൂലു ലൗ കാന ഹഉലാഇ അലാ ഹഖ്ഖിൻ മാ അസാബഹും ഹാദാ, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യരുതേ, ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നീ ഞങ്ങളെ ശിക്ഷിക്കുകയും, അവരുടെ കയ്യാലെ ശിക്ഷയല്ല, നീ തന്നെ ഞങ്ങളെ ശിക്ഷിക്കുക, എന്നിട്ട് അവർ ഇങ്ങനെ പറയുക, ഇതാ ഇവർ ഹക്കിൻ്റെ ആളുകളായിരുന്നെങ്കിൽ ഇങ്ങനൊന്നും ഇവർക്ക് വരുമായിരുന്നില്ല എന്നവർ പറയാനും അല്ലാഹുവേ നീ ഇടവരുത്തരുത്. നോക്കത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനോട് രക്ഷ തേടിയ കാര്യമാണ് ശമാതത്തുൽ അഅദാ. എന്താണ് ശമാതത്തുൽ അഅദാ? ശത്രുക്കൾ നമുക്ക് പ്രയാസം ഉണ്ടാവുകയും എന്നിട്ട് അതിൽ ശത്രുക്കൾ സന്തോഷിക്കുകയും ചെയ്യുക. നമുക്ക് പ്രയാസം ഉണ്ടാവുകയും എന്നിട്ട് ശത്രുക്കൾ അതിൽ സന്തോഷിക്കുകയും ചെയ്യുക. ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാം മൂസാ നബി ദേഷ്യം പിടിച്ച് തിരിച്ചു വന്നപ്പോൾ കൗമ് പശുക്കുട്ടി ആരാധിക്കുന്നത് കണ്ടപ്പോൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ജ്യേഷ്ഠ സഹോദരനായ അള്ളാഹുവിൻ്റെ നബിയായ ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാമിനെ പിടിച്ചല്ലോ, ദേഷ്യപ്പെട്ടു. അപ്പോൾ ഹാറൂൻ നബി പറഞ്ഞ വാക്കുണ്ട്, വലാ തുശ്മിത് ബിയൽ അഅദാ, നീ എന്നെ കൊണ്ട് ശത്രുക്കളെ സന്തോഷിപ്പിക്കരുതേ. കാരണം നമ്മളിങ്ങനെ ആയാൽ ആരും സന്തോഷിക്കും? ശത്രുക്കളെ സന്തോഷിക്കും. അപ്പോൾ ശമാതത്തുൽ അഅദാ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഹക്കിൻ്റെ ആളുകളായേക്കാം, നമ്മൾ ഹക്കിൻ്റെ ആളുകളായിരുന്നേക്കാം, പക്ഷേ നമ്മുടെ പാപങ്ങൾ കാരണത്താൽ അള്ളാഹു നമ്മെ ശിക്ഷിക്കുകയും അതിൽ ശത്രുക്കൾ സന്തോഷിക്കുകയും ചെയ്യുക. ഇത് വളരെ മോശമായ അവസ്ഥയാണ്. സലഫുകളിൽ പലരും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ചില ആളുകളെ കുറിച്ച് ഓർത്ത് അത്ഭുതപ്പെടുന്നു, അവൻ ശത്രുക്കൾ അവനെ കൊണ്ട് സന്തോഷിക്കുക, ശമാതത്തുൽ അഅദാ വരാതിരിക്കാൻ അവൻ ദുആ ചെയ്യുന്നു, അതോടൊപ്പം ശമാതത്തുൽ അഅദാ ഉണ്ടാകാനുള്ള വഴി അവൻ ഒരുക്കി കൊടുക്കുകയും ചെയ്യുന്നു. അതെങ്ങനെ? പാപങ്ങൾ ചെയ്തിട്ട്, അള്ളാഹുവിനെ ധിക്കരിച്ചിട്ട്, അള്ളാഹു നിന്നെ കൊണ്ട് ശത്രുക്കൾ സന്തോഷിക്കുന്ന അവസ്ഥ ഉണ്ടാക്കിയേക്കും. നസ്അലുല്ലാഹൽ ആഫിയ, അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആയിലുള്ളതാണ്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ജഹദിൽ ബലാ വദറകിൽ ശഖാ വസൂഇൽ ഖദാ വശമാതത്തിൽ അഅദാ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ജഹദിൽ ബലാ, അല്ലാഹുവേ ബലാ കൊണ്ട് പ്രയാസപ്പെടുത്തുന്ന പരീക്ഷണങ്ങൾ, അതിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. വദറകിൽ ശഖാ, ദൗർഭാഗ്യം അത് കണ്ടുമുട്ടേണ്ടി വരുന്നതിൽ നിന്നും, ദൗർഭാഗ്യം വരിക, ശഖാവത്ത് വരിക. വസൂഇൽ ഖദാ, വിധി മോശമാവുക നമ്മുടെ കാര്യത്തിൽ, അതിൽ നിന്നും. വശമാതത്തിൽ അഅദാ, ശത്രുക്കൾ സന്തോഷിക്കുന്നതിൽ നിന്നും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആകൾ പലതും, രക്ഷ തേടുന്ന പലതും തമ്മിൽ നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ പരസ്പരം ബന്ധമുള്ളതാണ്. ഏതുപോലെ ഖൈർ, ചോദിക്കുന്ന ഖൈറുകൾ തമ്മിൽ പരസ്പരം ബന്ധമുള്ളതുപോലെ നമുക്ക് ദൗർഭാഗ്യം ഉണ്ടാവുക, നമ്മൾ പരീക്ഷിക്കപ്പെടുക, നമ്മുടെ വിധി മോശമാവുക എന്നത് ശത്രുക്കൾ സന്തോഷിക്കുന്ന കാര്യമാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ വഅമലൻ മുതഖബ്ബല വറിസ്ഖൻ തയ്യിബ, പരസ്പര ബന്ധമുള്ളതാണ്. അല്ലാഹു, ഞാൻ നിന്നോട് നാഫിഅയ ഇൽമു ചോദിക്കുന്നു, ഉപകാരപ്രദമായ ഇൽം, വഅമലൻ മുതഖബ്ബല, സ്വീകരിക്കപ്പെടുന്ന അമൽ. ഒരാൾക്ക് ഇൽമുണ്ടെങ്കിലേ ഏതാണ് അള്ളാഹ് സ്വീകരിക്കുന്ന അമൽ എന്നറിയാൻ സാധിക്കുള്ളൂ. എന്നിട്ടത് ചെയ്യാനും സ്വീകരിക്കപ്പെടാതെ ആയിപ്പോകാതിരിക്കാൻ ശ്രദ്ധിക്കാനും എന്തു വേണം? ഇൽമു വേണം. റിസ്ഖ് തയ്യിബ, തയ്യിബായ റിസ്ഖ് ഏതാണ്? തയ്യിബ് ഹലാലല്ലാത്തൊന്നും തയ്യിബല്ല, ഹലാലല്ലാത്തതൊന്നും തയ്യിബല്ല. അള്ളാഹു ഹറാമാക്കിയ റിസ്ഖാണോ ഭക്ഷണമാണോ അത് ഖബീസാണ്. തയ്യിബ് അത് ഹലാൽ തന്നെയാണ്. ഏതാണ് ഹലാൽ, ഏതാണ് തയ്യിബ്, ഏതാണ് ഖബീസ് തിരിച്ചറിയാൻ ഒരാൾക്ക് എന്ത് വേണം? ഇൽമു വേണം, സംശയമില്ല. മാത്രമല്ല, ഒരാളുടെ ഭക്ഷണം നന്നായാലേ അയാളുടെ അമൽ നന്നാവുള്ളൂ. അയാളുടെ റിസ്ക് മോശമാണെങ്കിൽ അയാളുടെ അമൽ നന്നാവുകയില്ല, അയാളുടെ ബുദ്ധിക്ക് കേടുവരും, അയാളുടെ അമലുകൾക്ക് കേടുവരും. റിസ്ക് മോശമായ നഊദു ബില്ലാഹ്, അയാളുടെ മക്കളുടെ വരെ അങ്ങനെ ആയിപ്പോയേക്കാം. അയാൾ ഇതിൽ പോറ്റിയ ഹറാമിൽ വളർത്തിയ സന്താനങ്ങൾ വരെ മോശമായി പോയേക്കാം. അയാൾക്കത് പരലോകത്ത് അയാൾക്ക് ബുദ്ധിമുട്ടായേക്കാം. നസ്അലുല്ലാഹൽ ആഫിയ, അല്ലാഹു
നമുക്ക് നാഫിയായ ഇൽമും മുതഖബ്ബലായ അമലും തയ്യിബായ റിസ്ഖും നൽകുമാറാകട്ടെ. ആമീൻ ആമീൻ. അതുപോലെ ഇമാം ഖതാദ ഇബ്ൻ ദിആമ എന്ന താബിഈ ഈ ആയത്തിന്റെ തഫ്സീറിൽ പറഞ്ഞു, ഐ ലാ തുദ്ഹിറുഹും അലൈന റബ്ബന ലാ തജഅൽനാ ഫിത്നതൻ ലില്ലദീന കഫറൂ. ഞങ്ങളുടെ റബ്ബേ, കാഫിറുകളുടെ നീ ഞങ്ങളെ കാഫിറുകൾക്ക് ഫിത്നയാക്കല്ലേ എന്ന് പറഞ്ഞാൽ മറ്റൊരർത്ഥം, നീ അവരെ ഞങ്ങൾക്ക് മുകളിൽ വിജയിപ്പിക്കുകയും എന്നിട്ട് ഫയഫ്തിനൂന ബിദാലിക യറൗന അന്നഹും ഇന്നമാ ദഹറു അലൈനാ ലിഹഖിൻ ഹും അലൈഹി. എന്നിട്ട് അവർ ഞങ്ങളെ അതുകൊണ്ട് അവർ ദ്രോഹിക്കുക. അവർ വിജയിക്കൂടി ചെയ്താൽ അവർ ഹക്കിലാണുള്ളത്, അതുകൊണ്ടാണ് അവർ വിജയിച്ചത് എന്ന് അവർ കാണും. അതുപോലെ ഞങ്ങൾ പരാജയപ്പെട്ടാൽ അവർ ഫിത്നയിലാകും. ഞങ്ങൾ പരാജയപ്പെട്ടാൽ അവരെന്തിലാകും? ഫിത്നയിലാകും. അവർ വിചാരിക്കും ഞങ്ങൾ ഹക്കിലാണുള്ളത്. അവർ ബലാലത്തിൽ നിന്ന് ബലാലത്തിൽ തന്നെ ഉറച്ചു നിൽക്കാൻ കാരണമാകും. അതുപോലെ മറ്റൊരു തഫ്സീർ, വിജയിക്കുകയും എന്നിട്ട് അവർ ഞങ്ങളെ ദ്രോഹിക്കുകയും ചെയ്യുക. ഇതൊന്നും പരസ്പരം എതിരല്ല. ഇതെല്ലാം ഫിത്ന എന്ന വാക്കിന്റെ പരിധിയിൽ വരുന്നത് തന്നെയാണ്. റബ്ബന ലാ തജഅൽനാ ഫിത്നതൻ ലില്ലദീന കഫറൂ. ബാക്കി എന്താണ്? വഗ്ഫിർ ലനാ റബ്ബന, നീ ഞങ്ങളുടെ റബ്ബേ ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരണേ. കാരണം പാപങ്ങളാണ് ഇതിന് കാരണമാവുക. നമ്മൾ ഫിത്നയിലാകാൻ നമ്മുടെ പാപങ്ങൾ കാരണമാകും. ഇപ്പം മഗ്ഫിറത്ത്, അത് അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തിനും അവൻ്റെ സത്റിനും ഏറെ ആവശ്യക്കാരാണ് നമ്മൾ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര തവണയാണ് ഇസ്തിഗ്ഫാർ നടത്തിയത്, പാപമോചനം തേടിയത്. വഗ്ഫിർ ലനാ റബ്ബന ഇന്നക അൻതൽ അസീസുൽ ഹകീം, നീയാണ് അസീസും ഹക്കീമും. അൽ അസീസ് എന്നാൽ അങ്ങേയറ്റത്തെ ഇസ്സത്തുള്ളവൻ, ഒരിക്കലും ഒരാൾക്കും തോൽപ്പിക്കാൻ പറ്റാത്ത ഇസ്സ, പ്രതാപം, അന്തസ് അവനാണ്. അൽ ഹക്കീം, അവനാണ് ഹിക്മത്തും ഹുക്മും ഉള്ളവൻ. അവൻ ചെയ്ത കാര്യങ്ങളെല്ലാം ഹിക്മത്തിന്റെ അടിസ്ഥാനത്തിലാണ്, ചെയ്യേണ്ടതാണ് അവൻ ചെയ്തത്, ഒന്നും തെറ്റല്ല. അതുപോലെ ഹുക്കുമെല്ലാം അവൻ്റെതാണ് തീരുമാനം, അതല്ലാത്തതൊന്നും നടക്കുകയില്ല. لقد كان لكم فيهم أسوة حسنة لمن كان يرجو الله واليوم الآخر ومن يتولى فإن الله هو الغني الحميد. الله سبحانه وتعالى പറയുന്നു വീണ്ടും, لقد كان لكم فيهم, തീർച്ചയായും നിങ്ങൾക്കുണ്ട്, ഫീഹിം അവരിൽ, അഥവാ ഇബ്രാഹിം നബിയിലും കൂടെ ഉള്ളവരിലുമുണ്ട്, ഉസ്വത്തുൻ ഹസന, ഏറ്റവും നല്ല മാതൃക, ഉസ്വ മാതൃക. ലിമൻ കാന യർജുല്ലാഹ് വൽ യൗമൽ ആഖിർ, ലിമൻ കാന ആരാണോ, യർജു പ്രതീക്ഷിക്കുന്നത് അള്ളാഹുവിനെ, വൽ യൗമൽ ആഖിർ അന്ത്യനാളിനെയും പ്രതീക്ഷിക്കുന്നത് ആരാണോ അവർക്ക് ഉത്തമമായ മാതൃകയുണ്ട്. വമൻ യതവല്ല, ആരാണോ തിരിഞ്ഞു കളയുന്നത്, ഫഇന്നല്ലാഹ ഹുവൽ ഗനിയുൽ ഹമീദ്, അള്ളാഹു ഗനിയും ഹമീദുമാണ്. ആര് തിരിഞ്ഞു പോയാലും അള്ളാഹുവിൻ്റെ മുൽക്കിലോ അവൻ്റെ ഗിനയിലോ ഒരു കുറവും വരാത്ത വിധം ഗനിയാണവൻ, ഹമീദാണവൻ, അവനെല്ലാ ഹംദിനും അർഹനാണ്. എത്ര തോന്നിവാസികൾ, കുഫാറുകൾ, ഫുസാഖുകൾ, ഫുജാറുകൾ ദുനിയാവിലുണ്ടായാലും അള്ളാഹു ഹംദിന് മാത്രം അർഹനാണ്. അള്ളാഹുവിൻ്റെ ഹിക്മത്താണ്. പിഴച്ചവനൊക്കെ പിഴക്കാൻ അള്ളാഹു തീരുമാനിച്ചതാണ്. ഹിദായത്തിലാകേണ്ടവനൊക്കെ ഹിദായത്തിലാകാൻ അള്ളാഹു തീരുമാനിച്ചതാണ്. എല്ലാത്തിനും അവന് ഹംദ് മാത്രമേ ഉള്ളൂ. നോക്കൂ, സ്വർഗക്കാരെ സ്വർഗത്തിലും നരകക്കാരെ നരകത്തിലും ആക്കി തീർക്കുന്ന രംഗം, അതിനെക്കുറിച്ച് സൂറത്തു സുമറിൽ അള്ളാഹു പറഞ്ഞു. എന്നിട്ട് ആ സൂറത്തിന്റെ അവസാനം എന്താണ്? വഖീല അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വഖീല അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അള്ളാഹുവിനാണ്, റബ്ബുൽ ആലമീനായ അള്ളാഹുവിനാണ് എല്ലാ ഹംദും എന്ന് പറയപ്പെട്ടു. അൽഹംദുലില്ലാഹി അള്ളാഹുവിന് ഹംദ് പറഞ്ഞ് അള്ളാഹു ഖൽഖ് തുടങ്ങിയതിനെ കുറിച്ച് പറയുമ്പോൾ ഹംദ് തുടങ്ങിയിട്ടുണ്ട്. ഖലഖ സമാവാതി വൽ അർദ് വജഅല ദുലുമാതി വൻ നൂർ, എല്ലാത്തിനെയും ആകാശഭൂമികളെ പടക്കുകയും ഇരുട്ടിനെയും വെളിച്ചത്തെയും ആക്കുകയും ചെയ്ത അള്ളാഹുവിനാകുന്നു ഹംദ്. പടപ്പിന്റെ ഔവൽ അത് പറഞ്ഞപ്പോൾ അള്ളാഹു എന്തു പറഞ്ഞു? അൽഹംദുലില്ലാഹ്. അവസാനം സ്വർഗക്കാരെ സ്വർഗത്തിലും നരകക്കാരെ നരകത്തിലുമാക്കിയപ്പോഴും അൽഹംദുലില്ലാഹ്, അള്ളാഹു ഹംദിന് മാത്രമാണ് അർഹൻ. ഫഇന്നല്ലാഹ ഹുവൽ ഗനിയുൽ ഹമീദ്,
فإن الله هو الغني الحميد. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു عسى الله أن يجعل بينكم وبين الذين عاديتم منهم مودة والله قدير والله غفور رحيم. عسى الله ആക്കിയേക്കാം. അസ എന്നത് സാധ്യത പറയുന്ന വാക്കാണ്. അസ അൻ യകൂന ഖരീബ, അടുത്തായേക്കാം. അസ അല്ലാഹു അൻ യജഅല ബൈനക്കും, അല്ലാഹു നിങ്ങൾക്കിടയിലാക്കി തീർത്തേക്കാം. വബൈന അല്ലദീന ആദൈതും മിൻഹും, അവരിൽ നിന്ന് നിങ്ങൾ ശത്രുത വെച്ച നിങ്ങളുടെ ശത്രുക്കളായ ആളുകൾക്കും നിങ്ങൾക്കും ഇടയിൽ അല്ലാഹു ആക്കി തീർത്തേക്കാം മവദ്ദതൻ. എന്താക്കി തീർത്തേക്കാം? മവദ്ദ, സ്നേഹം. അഥവാ നിങ്ങളുടെ ശത്രുക്കളായിരുന്നവർ അള്ളാഹുവിന്റെ ദീനിലേക്ക് വരികയും മുസ്ലിമീങ്ങളാവുകയും ചെയ്താൽ ഫഇഖ്വാനുകും ഫിദ്ദീൻ, നിങ്ങളുടെ സഹോദരങ്ങളാണ്, നിങ്ങളുടെ ദീനിലെ സഹോദരങ്ങളാണെന്ന് അള്ളാഹു പറഞ്ഞു. അപ്പോൾ നോക്കൂ, സ്നേഹവും വെറുപ്പും തീരുമാനിക്കാനുള്ള അള്ളാഹു പഠിപ്പിച്ച ഈ മാനദണ്ഡം, അതാണ് ഏറ്റവും നല്ല മാനദണ്ഡം. ആളുകൾക്കിത് മോശമായ മാനദണ്ഡമായിട്ടാണ് തോന്നുന്നത്. യഥാർത്ഥത്തിൽ ഏറ്റവും നല്ല മാനദണ്ഡം ഇതല്ലേ? പിന്നെ ആരെ നമ്മൾ സ്നേഹിക്കേണ്ടത്? പൈസ ഉള്ളവനോ? അള്ളാഹു അതാണ് പഠിപ്പിച്ചു. പൈസ കൂടിയവനെ സ്നേഹിച്ചോ, അതില്ലാത്തവനെ വെറുത്തോ? നല്ല ഭംഗിയുള്ളവനെ സ്നേഹിച്ചോ, അതില്ലാത്തവനെ നീ വെറുത്തോ? ഇതാണ് അള്ളാഹു പറഞ്ഞത്? അല്ല. അള്ളാഹു സ്നേഹിക്കുന്നവനെ നീ സ്നേഹിക്കൂ, അള്ളാഹു വെറുക്കുന്നവനെ വെറുക്കൂ. അള്ളാഹുവിൻ്റെ ദീനിൽ അതിൽ പ്രവേശിച്ചവനെ നീ സ്നേഹിക്കൂ, അത് നിഷേധിച്ചവനെ നീ വെറുക്കൂ. അള്ളാഹു പറഞ്ഞ മാനദണ്ഡം വളരെ വ്യക്തവും ഏറ്റവും നല്ലതുമാണ്. അതിനർത്ഥം അവരോട് ദുൽമ ചെയ്യണം, അതിക്രമം പ്രവർത്തിക്കണം എന്നല്ല. അള്ളാഹു ആരോടും അതിക്രമം കൽപ്പിച്ചിട്ടില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാവരോടും നീതി കൽപ്പിച്ചു. അള്ളാഹു പഠിപ്പിച്ച സ്നേഹത്തിൻ്റെയും വെറുപ്പിൻ്റെയും മാനദണ്ഡം അതാണ് ഏറ്റവും ശരി, ഏറ്റവും വിശാലമായത്. അത് കുടുങ്ങിയ മനസ്സല്ല, അതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ വന്നാൽ അവർ നിന്റെ സഹോദരങ്ങളായി. അവൻ ഏത് നിറക്കാരനാകട്ടെ, അവൻ ഏത് കുടുംബക്കാരനാകട്ടെ, എത്ര ഔന്നത്യമില്ലാത്ത തറവാട്ടിലാണ് അവൻ പിറന്നതെങ്കിലും, എത്ര നിറം കുറഞ്ഞവനാണെങ്കിലും, എത്ര ദരിദ്രനാണെങ്കിലും, ഫഇഖ്വാനുകും ഫിദ്ദീൻ, പിന്നീട് നിങ്ങളുടെ സഹോദരങ്ങളാണ്. സൂറത്ത് തൗബയിൽ അള്ളാഹു പറഞ്ഞതുപോലെ, നിന്നോട് സലാം പറഞ്ഞവൻ കൈകൾ നീട്ടിയാൽ, നീ കൈകൾ കൊടുത്താൽ നിന്റെ പാപങ്ങൾ പൊളിഞ്ഞു വീഴുന്ന നിന്റെ സഹോദരൻ, നിന്റെ കൂടെ നിന്റെ കാൽപാദത്തോട് കാൽപാദവും നിന്റെ ചുമലോട് ചുമലും ചേർന്ന് നിൽക്കുന്ന നിന്റെ സഹോദരൻ. സുബ്ഹാനല്ലാഹ്. അവന് രോഗം വന്നാൽ നിനക്ക് വേദനിക്കണം, ഒരൊറ്റ ശരീരം പോലെ. എന്താണ് മാനദണ്ഡം? ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. ഇതാണ് ഏറ്റവും നല്ല സ്നേഹത്തിന്റെയും വെറുപ്പിന്റെയും മാനദണ്ഡം റബ്ബുൽ ആലമീനായ അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചതാണ്. അപ്പോൾ ഇന്നലെ വരെ നിങ്ങളുടെ ശത്രുക്കളായവർ അള്ളാഹു ഉദ്ദേശിച്ചാൽ നിങ്ങൾക്കും അവർക്കും ഇടയിൽ അള്ളാഹു മവദ്ദത്തുണ്ടാക്കിയേക്കാം, അഥവാ അവർ നാളെ മുസ്ലിമീങ്ങളായേക്കാം. വല്ലാഹു ഗഫൂറുർ റഹീം, അള്ളാഹു ഗഫൂറും റഹീമുമാണ്. നോക്കണം, ഇന്നലെ വരെ മുസ്ലിം ഉമ്മത്തിന് അങ്ങേയറ്റം ദ്രോഹിച്ചവൻ നാളെ അവൻ ഷഹാദത്ത് പറയുന്നു, അവനോട് ദ്രോഹമില്ല, അള്ളാഹു അവന് പുറത്തു കൊടുക്കും. ഖുൽ ലില്ലദീന കഫറൂ ഇയൻതഹു യുഗ്ഫർ ലഹും മാ ഖദ് സലഫ്. ഖുൽ പറയൂ നബിയെ, ലില്ലദീന കഫറൂ, കാഫിറുകളോട്, അള്ളാഹുവിൽ പങ്കു ചേർത്ത, അള്ളാഹുവിനെ നിഷേധിച്ച, ദീനിനെ നിഷേധിച്ച, ഇയൻതഹു, അവരത് അവസാനിപ്പിച്ചാൽ, അള്ളാഹുവിന്റെ ദീനിലേക്ക് വന്നാൽ, യുഗ്ഫർ ലഹും മാ ഖദ് സലഫ്, അതിനു മുമ്പുള്ളതെല്ലാം അവർക്ക് പൊറുക്കപ്പെടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, താങ്കൾ അറിഞ്ഞിട്ടില്ലേ, അന്നൽ ഇസ്ലാമ യഹ്ദിമു മാ കാന ഖബ്ല, ഇസ്ലാം അതിനു മുമ്പുള്ളതിനെല്ലാം തകർത്ത് കളയുമെന്ന്, അഥവാ മുമ്പുള്ള പാപങ്ങളെല്ലാം ഇസ്ലാമിലേക്ക് ഒരു മനുഷ്യൻ വരുന്നതോടെ പൊറുക്കപ്പെടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അള്ളാഹു പറഞ്ഞ വാക്ക് നോക്കൂ, അല്ലാഹു ഖദീർ. അതിനിടയിൽ അങ്ങനെ ഒരു വാക്കുണ്ട്, അല്ലാഹു ഖദീർ, അള്ളാഹു കഴിവുള്ളവനാണ്. അള്ളാഹു അതിന് കഴിവുള്ളവനാണ്. ഖൽബ് അള്ളാഹിന്റെ കയ്യിലല്ലേ. ഇന്നലെ വരെ ഇസ്ലാമിന്റെ കൊടിയ ശത്രുവായിരുന്നവൻ അതാ ഇന്ന് അവൻ ഏറ്റവും വലുത്, അവന്റെ ജീവനേക്കാളും സ്നേഹിക്കുന്നത് ഇസ്ലാമിനെയാണ്. അങ്ങനെ മാറ്റാൻ റബ്ബ് കഴിവുള്ളവനാണ്. അല്ലാഹു ഗഫൂർ റഹീം. അള്ളാഹു ആകട്ടെ അവർക്ക് പുറത്തു കൊടുക്കുന്ന എല്ലാം പുറത്തു കൊടുക്കുന്ന ഗഫൂറും റഹ്മത്ത് ചൊരിയുന്ന റഹീമുമാണ്. നോക്കൂ, ഗഫൂറും റഹീമും ഒരുമിച്ച് വന്നത് കാരണം പാപിയായിരുന്നവൻ അള്ളാഹു അവന് പാപങ്ങൾ പുറത്തു കൊടുക്കുക മാത്രമല്ല, അവന് റഹ്മത്ത് ചൊരിയുക കൂടി ചെയ്യുന്നു. ഇന്നലെ വരെ അവൻ പാപിയായിരുന്നല്ലോ എന്ന നിലക്ക് അള്ളാഹുവിന് അവന്റെ റഹ്മത്ത് കൊടുക്കാതിരിക്കുന്നുണ്ടോ? ഇല്ല, അവൻ റഹ്മത്ത് ചൊരിയുകയും ചെയ്യുന്നു. തൗബ ചെയ്യാനുള്ള തൗഫീഖ് തന്നെ അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ടാണ്.
ഏതുപോലെ ഇതുപോലെയാണ് വല്ലാഹു ഖദീർ, അള്ളാഹു ഖദീറാണ്. ഇബ്നു കസീർ പറയുന്നു, നോക്കൂ ഇബ്നു കസീറിന്റെ വാക്കുകൾ. അള്ളാഹു ഖദീറുൻ എന്ന് പറഞ്ഞാൽ ഖദീറുൻ അലാ കുല്ലി ഷൈ, ഖദീർ أي على كل شيء على ما يشاء من الجمع بين الأشياء المتنافرة والمتباينة والمختلفة. ഒരിക്കലും യോജിക്കുകയില്ല എന്ന് നമുക്ക് തോന്നുന്ന വിഭിന്നമായിരുന്ന പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വെറുപ്പോടെ വിദ്വേഷത്തോടെ മാറി നിന്നതിനെ അടുപ്പിക്കാൻ കഴിവുള്ളവനാണ് ആര്? അല്ലാഹു സുബ്ഹാനഹു വ തആല. ഫയുഅല്ലിഫു ബൈനൽ ഖുലൂബി ബഅദൽ അദാവതി വൽ ഖസാവ, ശത്രുതക്കും അതുപോലെ കടുത്തുറച്ചു പോയതിനും ശേഷം കൽബുകളെ ഇണക്കുന്നവനാണ് റബ്ബ്. ഫതുസ്ബിഹു മുജ്തമിഅതൻ മുത്തഫിഖതൻ, അങ്ങനെ അതാ ഹൃദയങ്ങൾ അത് യോജിച്ചതും പരസ്പരം ഇണങ്ങിയതുമായി തീരുന്നു. കമാ ഖാല തആല മുംതന്നൻ അലൽ അൻസാർ, അൻസാറുകളായ സഹാബിമാരെ കുറിച്ച് അള്ളാഹു പറഞ്ഞതുപോലെ. കാരണം മദീനയിലെ ഔസും ഖസറജും ഗോത്രങ്ങൾ ഇവർ കടുത്ത ശത്രുക്കളായിരുന്നു. മദീനയിലെ രണ്ട് ഗോത്രങ്ങൾ ഔസും ഖസറജും, അറബി രണ്ട് ഗോത്രങ്ങൾ കടുത്ത ശത്രുക്കളായിരുന്നു. യഹൂദ് ഗോത്രങ്ങൾ 3 ഉണ്ടായിരുന്നു മദീനയിൽ, ബനു നദീർ, ബനു ഖുറൈദ, ബനു ഖൈനുഖാ. ഈ 3 ഗോത്രങ്ങൾ ഇവർ പരസ്പരം ഔസിനെയും ഖസറജിനെയും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചിരുന്നു. ഒരു ടീം ഔസിന്റെ കൂടെ, മറ്റൊരു കൂട്ടർ ഖസറജിന്റെ കൂടെ. ഇങ്ങനെ യുദ്ധത്തിലും പരസ്പരം ഭിന്നിപ്പിലും ചേരിപ്പോരിലുമായിരുന്നു അവർ. അള്ളാഹു അവരെ കുറിച്ച് പറഞ്ഞു, വദ്കുറൂ നിഅമതല്ലാഹി അലൈക്കും ഇദ് കുൻതും അദാഅൻ ഫഅല്ലഫ ബൈന ഖുലൂബിക്കും ഫഅസ്ബഹ്തും ബിനിഅമതിഹി ഇഖ്വാന വകുൻതും അലാ ശഫാ ഹുഫറത്തിൻ മിനൻ നാരി ഫഅൻഖദകും മിൻഹാ. സൂറത്ത് ആല ഇംറാനിൽ അള്ളാഹു പറഞ്ഞു, വദ്കുറൂ, നിങ്ങൾ ഓർക്കൂ, നിഅമതല്ലാഹി അലൈക്കും, അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന നിഅമ. ഇദ് കുൻതും അദാഅ, നിങ്ങൾ ശത്രുക്കളായിരുന്നു. ഫഅല്ലഫ ബൈന ഖുലൂബിക്കും, അങ്ങനെ അള്ളാഹു എന്ത് ചെയ്തു? നിങ്ങളുടെ ഹൃദയങ്ങളെ പരസ്പരം കൂട്ടിയിണക്കി. ഫഅസ്ബഹ്തും, അങ്ങനെ നിങ്ങൾ ആയിത്തീർന്നു. ബിനിഅമതിഹി, അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഇഖ്വാന, സഹോദരങ്ങളായിത്തീർന്നു. വകുൻതും അലാ ശഫാ ഹുഫറത്തിൻ മിനൻ നാർ, നരകക്കുഴിയുടെ വക്കിലായിരുന്നു നിങ്ങൾ. ഫഅൻഖദകും മിൻഹാ, അള്ളാഹു അവിടെ നിന്ന് നിങ്ങളെ രക്ഷിച്ചു. നോക്കൂ നോക്കൂ, എത്ര തവണ അള്ളാഹു നമ്മെ അങ്ങനെ രക്ഷിച്ചിട്ടുണ്ട്. വക്കിലായിരിക്കെ അള്ളാഹു എത്ര കുഴികളിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഇതുപോലെയാണ് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞത്, ലൗ അൻഫഖ്ത മാ ഫിൽ അർദി ജമീഅൻ മാ അല്ലഫ്ത ബൈന ഖുലൂബിഹിം വലാകിൻ അല്ലാഹ അല്ലഫ ബൈനഹും. ഓ നബിയെ, താങ്കൾ ഭൂമിയിലുള്ളത് മുഴുവൻ ചെലവഴിച്ചാലും അവരുടെ ഹൃദയങ്ങൾ തമ്മിൽ കൂട്ടിയിണക്കാൻ നിങ്ങൾക്ക് സാധിക്കുമായിരുന്നില്ല. വലാകിൻ അല്ലാഹ അല്ലഫ ബൈനഹും, അള്ളാഹുവാണ് അവരുടെ കൽബുകൾ തമ്മിൽ കൂട്ടിയിണക്കിയത്. അപ്പൊ ഖുലൂബ് പരസ്പരം അടുപ്പിക്കുന്നവൻ ആരാണ്? അള്ളാഹുവാണ് സുബ്ഹാനഹു വ തആല. അള്ളാഹുവാണ് കൽബുകളുടെ റബ്ബ്, അള്ളാഹുവാണ് കൽബുകളുടെ റബ്ബ്. അവനാണ് ഖുലൂബുകൾ പരസ്പരം ഇണക്കുന്നവൻ. അവനാണ് അർവാഹ്, റൂഹുകളെ കൂട്ടിയിണക്കുന്നവൻ. സുബ്ഹാനഹു വ തആല മഹബ്ബത്ത് ഇട്ടു തരുന്നവൻ അവനാണ്. അകൽച്ച തോന്നിപ്പിക്കുന്നവൻ അള്ളാഹുവാണ്. ചിരിപ്പിക്കുന്നതും കരയിക്കുന്നതും ആരാണ്? അള്ളാഹു. അന്നഹു ഹുവ അദ്ഹക വഅബ്കാ, അവനാണ് ചിരിപ്പിക്കുന്നവനും അവനാണ് കരയിക്കുന്നവനും. നസ്അലുല്ലാഹൽ ആഫിയ. ഇതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള പ്രസിദ്ധമായ ഒരു ഹദീസ്, മുമ്പ് കിതാബ് തൗഹീദിന്റെ ദർസിൽ നമ്മളത് പറഞ്ഞിരുന്നു. ഒരു നല്ല ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, അഹ്ബിബ് ഹബീബക ഹൗനമ്മ അസാ അൻ യകൂന ബഗീദക യൗമമ്മ വബഗിദ് ബഗീദക ഹൗനമ്മ അസാ അൻ യകൂന ഹബീബക യൗമമ്മ. സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഹ്ബിബ് ഹബീബക ഹൗനമ്മ, നീ നിന്റെ സ്നേഹിതനെ, നിന്റെ ഹബീബിനെ നീ ഒന്ന് മിതമായി സ്നേഹിക്ക്, പരിധി വിടല്ലേ. അസാ അൻ യകൂന ബഗീദക യൗമമ്മ, ഒരു നാളിൽ ചിലപ്പോൾ അവൻ നിന്റെ ബഗീദായേക്കാം, അവൻ നിന്റെ ശത്രു ആയേക്കാം. വഅബ്ഗിദ് ബഗീദക ഹൗനമ്മ, നിന്റെ ശത്രുവിനോട്, നിനക്ക് വെറുപ്പുള്ളവനോട് നീ മിതമായി വെറുപ്പ് വെക്ക്. അസാ അൻ യകൂന ഹബീബക യൗമമ്മ, ഒരു ദിവസം അവൻ നിന്റെ ഹബീബായി മാറിയേക്കാം.
എത്ര നല്ല ആശയമുള്ള ഹദീസാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമറിന്റെ ഒരു വാക്ക് ഈ ഹദീസിന്റെ കൂടെ ഇമാമുൽ ബുഖാരി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ അൽ അദബുൽ മുഫ്റദ് എന്ന കിതാബിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇതും അദബുൽ മുഫ്റദിലുണ്ട്, ഇമാം തിർമിദി ഉദ്ധരിച്ചിട്ടുണ്ട്. ഉമറിന്റെ വാക്ക് ഇമാം അൽ ബുഖാരി അൽ അദബുൽ മുഫ്റദ് ഉദ്ധരിച്ചു. രണ്ടും ശൈഖ് നാസിറുദ്ദീൻ അൽ അൽബാനി റഹിമഹുല്ലാ സ്ഥിരപ്പെട്ടതാണെന്ന് പറഞ്ഞു. ഉമർ എന്താണ് പറഞ്ഞത്? നീ സ്നേഹിച്ചാൽ നിന്റെ സ്നേഹം ഖലഫൻ ആയിപ്പോകൽ. എന്താണ് ഖലഫൻ എന്ന് പറഞ്ഞാൽ? ചെറിയ കുട്ടികളുടെ സ്നേഹം പോലെ. ചെറിയ കുട്ടികളെങ്ങനെയല്ലോ ഉമ്മാന്റെ ഇങ്ങനെ കുപ്പായം പിടിച്ച് ഇങ്ങനെ ചുറ്റി കളിക്കുക എന്നതുപോലത്തെ ഒരു കോലത്തിലായി പോകൽ. മറിച്ച് നിന്റെ സ്നേഹം നല്ല ഇജ്ജത്തുള്ള സ്നേഹമായിരിക്കട്ടെ. നിന്റെ ഹുബ്ബ് ഒരിക്കലും അള്ളാഹുവിന്റെ ദീനിനെതിരായി പോകാതിരിക്കട്ടെ, അള്ളാഹുവിന് വേണ്ടിയുള്ളതായിരിക്കട്ടെ. അള്ളാഹുവിനോടുള്ള ഹുബ്ബ് അതാണ് ഏറ്റവും മുകളിൽ വേണ്ടത്. നീ അള്ളാഹുവിനെ ഏറ്റവും നല്ല രൂപത്തിൽ സ്നേഹിച്ചോ, ഇൻഷാ അള്ളാഹ് നല്ല ആളുകൾക്കൊക്കെ നിന്നോട് മഹബത്തുണ്ടാവും, നല്ല ആളുകൾക്കൊക്കെ നിന്നോടൊരു പരിഗണന ഉണ്ടാവും. നീ അള്ളാഹുവിന്റെ ഹുക്ം, അവന്റെ കൽപ്പനയും അവന്റെ അമ്രും നഹിയും അതിന് നീ പരിഗണന കൊടുത്താൽ ഇൻഷാ അള്ളാഹ് ബിഇദ്നില്ലാഹ് അലാ ഖരീബിൻ, അധികം വൈകാതെ ആളുകളൊക്കെ എന്നെ പരിഗണിക്കും. ആരും എന്നെ മൈൻഡ് ചെയ്യുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് നീ ബേജാറേണ്ട ആവശ്യമൊന്നുമില്ല. അള്ളാഹുവിന്റെ അമ്രും നഹിയും നീ നന്നായി മൈൻഡ് ചെയ്താൽ മതി. അള്ളാഹുവിന്റെ കൽപ്പനയും അവന്റെ വിരോധനവും നീ നന്നായി പരിഗണിച്ചോ, അവനോടുള്ള ഹുബ്ബ് നിന്റെ കൽവിൽ നിറഞ്ഞോ, ജനങ്ങളുടെ കാര്യം റബ്ബ് ഏറ്റെടുക്കും. സലഫുകൾ, നമ്മുടെ മുൻഗാമികൾ പരസ്പരം കണ്ടാൽ ഉപദേശിക്കുകയും കാണാതിരുന്നാൽ പരസ്പരം എഴുതുകയും ചെയ്യാറുണ്ടായിരുന്ന വസിയത്തുകൾ പെട്ടതാണ്. അള്ളാഹു നീ തമ്മിലുള്ള ബന്ധം നീ നന്നാക്കിക്കോ, ജനങ്ങളുമായുള്ള നിന്റെ ബന്ധം അള്ളാഹു നോക്കിക്കോളും. ഇത് സലഫുകൾ പരസ്പരം കണ്ടാൽ ഉപദേശിക്കുകയും അവരിൽ ചിലർ പരസ്പരം കാണാതിരുന്നാൽ എഴുതുകയും ചെയ്യുമായിരുന്ന വസിയത്തായിരുന്നു. സുബ്ഹാനല്ലാഹ്, അല്ലാഹു അക്ബർ. നമുക്ക് എത്ര എത്ര പ്രയാസങ്ങളിൽ നിന്ന് റാഹത്ത് തരുന്നൊരു വിഷയമാണിത്. എത്ര എത്ര ബുദ്ധിമുട്ടുകളിൽ നമുക്ക് ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണിത്. അള്ളാഹുവിനെ നോക്കിക്കോളൂ, റബ്ബിനെ പരിഗണിച്ചോളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ ശരിയാക്കി തരും. ജനങ്ങളെ പരിഗണിക്കാൻ കൽപ്പിക്കപ്പെട്ട ദീനാണിത്. ഇതിന്റെ അർത്ഥം എന്താ? ജനങ്ങൾക്ക് ആകെ കുർബത്ത് വന്ന ഒരു കോലത്തിൽ നീ നടത്തുമെന്നല്ല, മറിച്ച് ജനങ്ങളെ അവരെ ദീനിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ, നമ്മിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ ഉള്ള കാര്യങ്ങളും അള്ളാഹിന്റെ ദീനിൽ തന്നെ ഉള്ളതാണ്. മനസ്സിലായില്ലേ? അള്ളാഹുവിന്റെ ദീനിലുള്ളതാണ് ആളുകളെ, നല്ല ആളുകളെ അടുപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ. അത് നീ ചെയ്യുക, അത് നീ ചെയ്യുക. ജനങ്ങളെ വെറുപ്പിക്കാതിരിക്കാനുള്ള പ്രവർത്തനങ്ങൾ അള്ളാഹിന്റെ ദീനിൽ തന്നെ ഉള്ളതാണ്. അത് അള്ളാഹുവിന്റെ കൽപ്പന പാലിക്കുന്നതിന്റെ ഭാഗം തന്നെയാണ്. പക്ഷെ നിന്റെ കൽബ് അവരെ കുറിച്ച് ആലോചിച്ച് ബേജാറാകേണ്ട ആവശ്യമില്ല. അള്ളാഹുവിനെ കുറിച്ച് ചിന്തിച്ചാൽ മതിയാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ വാക്ക് നോക്ക്, അഹ്ബിബ് ഹബീബക ഹൗനമ്മ, നിന്റെ ഹബീബിനെ നീ മിതമായി സ്നേഹിക്കുക. അള്ളാഹുവിനോടുള്ള സ്നേഹം മാത്രമാണ് അവന് വേണ്ടി, അത് മറ്റാർക്കും വേണ്ടിയുള്ളതല്ല, റബ്ബിനോടുള്ള സ്നേഹം. എന്നാൽ ബാക്കിയുള്ളവരുള്ള സ്നേഹമെല്ലാം ഫില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിലാണ്, അവന് വേണ്ടിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം പോലും അള്ളാഹുവിനോടുള്ള സ്നേഹമോ ഒരാൾക്കും വേണ്ടിയല്ല. ലിദാത്തിഹി, അത് അവന് വേണ്ടി മാത്രമാണ്, വേറൊരാൾക്കും വേണ്ടിയല്ല. എന്നാൽ ബാക്കി എല്ലാവരുള്ള സ്നേഹവും അവർക്ക് വേണ്ടിയല്ല, അത് അള്ളാഹുവിന് വേണ്ടിയാണ്. ആ നിലക്കായാൽ നിന്റെ സ്നേഹം മിതമാകും, നിന്റെ സ്നേഹം മിതമായി തീരും. അത് റബ്ബിന്റെ കൽപ്പനകൾ അതിനപ്പുറത്തേക്ക് പോകുന്ന രൂപത്തിലായിരിക്കുകയില്ല. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു പരീക്ഷിച്ചത് ഈ വിഷയത്തിനാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ ഖലീലാണ്, അള്ളാഹുവിന്റെ ഖലീലാണ്. വത്തഖദല്ലാഹു ഇബ്രാഹിമ ഖലീല എന്ന് ഖുർആനിൽ അള്ളാഹു പറഞ്ഞത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ചാണ്. എന്നാൽ അള്ളാഹുവിന്റെ വഹിയാകുന്ന ഹദീസിൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ഇന്നല്ലാഹ ഖദ് ഇത്തഖദനി ഖലീലൻ കമാ ഇത്തഖദ ഇബ്രാഹിമ ഖലീല. അള്ളാഹു ഇബ്രാഹിമിനെ ഖലീലാക്കിയതുപോലെ എന്നെയും ഖലീലാക്കിയിരിക്കുന്നു, അവന്റെ ഖലീലാക്കിയിരിക്കുന്നു. ഖലീൽ എന്താണ്? ഖലീൽ എന്നാൽ അതിനേക്കാൾ അപ്പുറത്തൊരു ഹുബ്ബ് വേറെയില്ല. ഗായത്തുൽ മഹബ്ബ, മഹബ്ബത്തിന്റെ അങ്ങേ അറ്റമാണത്. ഹുബ്ബു തഖല്ലല ഫിൽ ഖൽബ്,
കൽബിൽ അരിച്ചിറങ്ങിയിട്ടുണ്ട് ഹുബ്. തഖല്ലൽ, അങ്ങനത്തെ ഹുബാണെന്ത്? ഖുല്ല. അങ്ങനെയുള്ള അള്ളാഹിന്റെ ഖലീലാണ് ആര്? ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. അള്ളാഹുവിനെ ഇതുപോലെ സ്നേഹിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞാൽ ഏറ്റവും നബിമാരിൽ ഫضലുള്ളത് ഇബ്രാഹിം നബിക്കാണ് അലൈഹി സ്വലാത്തു വസ്സലാം. എത്രയാണ് അള്ളാഹുവിനെ ഇബ്രാഹിം നബി സ്നേഹിച്ചത്! എത്രയാണ് ഇബ്രാഹിം നബി അള്ളാഹുൽ തവക്കുലാക്കിയത്! ആരെങ്കിലും ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനേക്കാൾ സ്ഥാനം നൽകിയോ? ആരെങ്കിലും അള്ളാഹുവിനേക്കാൾ സ്നേഹിച്ചോ? ഇല്ല. അങ്ങനെയാണ് ഒരുപാട് കാലം ദുആ ചെയ്ത് ഒരു വലദിന് സന്താനത്തെ കിട്ടിയത്. ആരെ? ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം. എത്ര സ്നേഹം ഉണ്ടാകും ആ മോനോട്! എത്ര ഹബീബായിരിക്കും ആ മകൻ! അങ്ങനെയല്ല, ഹബീബായ മകൻ ഫലമ്മ ബലഗ മഅഹു സഅയ, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൂടെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ, കൂടെ എന്തെങ്കിലുമൊക്കെ അധ്വാനിക്കാൻ പ്രായമായപ്പോൾ, പണ്ഡിതന്മാർ പറയുന്നത് ഒരു ഉപ്പാക്ക് മകനോട് ഏറ്റവും സ്നേഹം തോന്നുന്ന പ്രായം അതാണത്ര. ഏറ്റവും സ്നേഹം തോന്നുന്ന സമയം അതാണത്ര. വളരെ വലുതുമല്ല, നന്നേ ചെറുതുമല്ല, അതിൻ്റെ ഇടയിലുള്ളൊരു പ്രായം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഹുബ്ബ് കൊണ്ട് പരീക്ഷിക്കുകയാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. അള്ളാഹുവിന് ഗൈറത്തുണ്ട്, അവന് ഗൈറത്തുണ്ട്, അഥവാ അവന് രോഷമുണ്ട്. അവന്റെ ഖലീൽ, അവനെപ്പോലെ ഒരാളെയും സ്നേഹിക്കുന്നത് ആരിഷ്ടപ്പെടുകയില്ല? അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല. അള്ളാഹു പരീക്ഷിച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അർക്കാൻ, മകൻ അർക്കാൻ. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ആ പരീക്ഷണത്തിൽ വിജയിച്ചു. അവിടുന്ന് ഒരിക്കൽ അള്ളാഹുവിനെ പോലെ ആരെ സ്നേഹിച്ചിട്ടില്ല? മകനെ സ്നേഹിച്ചിട്ടില്ല. അള്ളാഹുവാണ് അവിടുത്തെ ഖലീൽ. അള്ളാഹുവാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഖലീൽ. അള്ളാഹു പരീക്ഷിച്ചത് ഇതാണ്. അതുകൊണ്ടാണ് അർക്കുമെന്നായപ്പോൾ എന്ത് പറഞ്ഞത്? വനാദൈനാഹു അയ്യാ ഇബ്രാഹിം ഖദ് സദ്ദഖ്ത റുഅ്യ. അർക്കലല്ല അവിടെ വിഷയം. ഇബ്നുൽ ഖയ്യിം പറഞ്ഞ അവിടെ ഹുബ്ബാണ് വിഷയം. അവിടെ ഹുബ്ബാണ്. അത് ഇബ്രാഹിം നബി തെളിയിച്ചിട്ടുണ്ട്. അള്ളാഹുവിനോടുള്ള മഹബ്ബത്ത് ആരോടുമില്ല. അഹ്ബിബ് ഹബീബക ഹൗനം മാ അസാ അൻ യകൂന ബഗീലക യൗമൻ മാ. നീ നിന്റെ ഹബീബിനെ മിതമായി സ്നേഹിക്കുക. കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ബഗീലായി പോയേക്കാം. പണ്ഡിതന്മാർ പറഞ്ഞു, അപ്പൊ ഖേദം തോന്നിയേക്കാം, കുറച്ച് അധികമായിപ്പോയി. വഅബ്ഗിൽ ബഗീലക ഹൗനം മാ. നിന്റെ ശത്രുവിനെ നീ ഒരു മിതമായ രൂപത്തിൽ ശത്രുത വെക്കുക. അസാ അൻ യകൂന ഹബീബക യൗമൻ മാ. നിന്റെ ഹബീബായി തീർന്നേക്കാം ഒരു ദിവസം. പണ്ഡിതന്മാർ പറഞ്ഞു, അന്ന് എനിക്ക് ഹയാ തോന്നും, ലജ്ജ തോന്നും. ഇയാളോടാണല്ലോ ഞാൻ ഇങ്ങനെയൊക്കെ എനിക്ക് തോന്നിയതാണെങ്കിൽ നാം അതിന് തീവ്രത കുറവാണ്. പറയുകയോ ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിലോ അത് ചിലപ്പോൾ തിരുത്താൻ വളരെ പ്രയാസമായിരിക്കും. തോന്നലുകളാണെങ്കിൽ അതിന് കടുപ്പം കുറവാണ്. കടുപ്പം തീരില്ല എന്നല്ല കേട്ടോ, കടുപ്പമുണ്ട്, പക്ഷേ അതിന് തീവ്രത കുറവാണ്. എന്നാൽ അത് നാവിലേക്ക് എത്തുകയോ പ്രവൃത്തിയിലേക്ക് നീങ്ങുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. നസ്അലുല്ലാഹൽ ആഫിയ. ഇതാണ് അള്ളാഹു പറഞ്ഞത്. അള്ളാഹു അവൻ ഉദ്ദേശിച്ചാൽ നിങ്ങൾക്കും നിങ്ങളുടെ ശത്രുക്കൾക്കും ഇടയിൽ മവദ്ദത്തുണ്ടാക്കാൻ അവൻ ഉണ്ടാക്കിയേക്കാം. അവർ മുഅ്മിനുകളായാൽ അതുണ്ടായി. അല്ലാഹു ഖദീർ, അല്ലാഹു കഴിവുള്ളവനാണ്. വല്ലാഹു ഗഫൂർ റഹീം, അല്ലാഹു ഗഫൂർ റഹീമാണ്. ലാ യൻഹാകുമുല്ലാഹു അനില്ലദീന ലം യുഖാതിലൂകും ഫിദ്ദീനി വലം യുഖ്രിജൂകും മിൻ ദിയാരികും അൻ തബറൂഹും വതുഖ്സിതൂ ഇലൈഹിം ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. إنما ينهاكم الله عن الذين قاتلوكم في الدين وأخرجوكم من دياركم وظاهروا على إخراجكم أن تولوهم ومن يتولهم فأولئك هم الظالمون. لا ينهاكم الله, അള്ളാഹു നിങ്ങളോട് വിലക്കുന്നില്ല. അനില്ലദീന, ഒരു കൂട്ടരെ കുറിച്ച്, അഥവാ മുശ്രിക്കുകളായ കുഫാറുകളായ ഒരു കൂട്ടരെ കുറിച്ച് അള്ളാഹു നിങ്ങളോട് വിലക്കുന്നില്ല, തടയുന്നില്ല. എങ്ങനെയുള്ളവനാണ്? അനില്ലദീന ലം യുഖാതിലൂകും ഫിദ്ദീൻ,
ദീനിൻ്റെ കാര്യത്തിൽ നിങ്ങളോട് യുദ്ധം ചെയ്യാത്തവരും വലം യുഖ്രിജൂക്കും മിൻ ദിയാരിക്കും നിങ്ങളുടെ വീടുകളിൽ നിന്ന് നിങ്ങളെ പുറത്താക്കാതിരിക്കുകയും ചെയ്ത കാഫിറുകളോട് അള്ളാഹു നിങ്ങളെ വിലക്കുന്നില്ല. എന്തു വിലക്കുന്നില്ല? അൻ തബറൂഹും അവർക്ക് നന്മ ചെയ്യുന്നത് അള്ളാഹു വിലക്കുന്നില്ല. വതുഖ്സിതൂ ഇലൈഹിം അവരോട് നീതി പാലിക്കുന്നതും അള്ളാഹു വിലക്കുന്നില്ല. മാത്രമല്ല ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ അള്ളാഹു യുഹിബ്ബു അവൻ ഇഷ്ടപ്പെടുന്നു അൽ മുഖ്സിതീൻ നീതി പാലിക്കുന്നവർ. ഇന്നമാ യൻഹകുമുല്ലാഹ് അള്ളാഹു നിങ്ങളെ വിലക്കുന്നത് അനില്ലദീന ഒരു കൂട്ടരോട് മാത്രമാണ്. അനില്ലദീന ഖാതലൂകും ഫിദ്ദീൻ നിങ്ങളോട് ദീനിൻ്റെ കാര്യത്തിൽ യുദ്ധം ചെയ്യുകയും വഖറജൂകും മിൻ ദിയാരിക്കും നിങ്ങളുടെ വീടുകളിൽ നിന്ന് നിങ്ങളെ പുറത്താക്കുകയും വദാഹറൂ അലാ ഇഖ്റാജിക്കും നിങ്ങളെ പുറത്താക്കാൻ പരസ്പരം സഹായിക്കുകയും അവർ പരസ്പരം സഹായിച്ചു നിങ്ങളെ പുറത്താക്കുന്ന കാര്യത്തിൽ. അവരോട് അൻ തവല്ലൗഹും അവരോട് നിങ്ങൾ ബന്ധം ചേർക്കുന്നതാണ് അള്ളാഹു നിങ്ങളോട് വിലക്കുന്നത്. അങ്ങനെ ഹർബിയായ നിങ്ങളോട് യുദ്ധം ചെയ്യുന്ന കുഫാറുകളോട് നിങ്ങളെ പുറത്താക്കുന്നവർക്ക് സഹായം ചെയ്തു കൊടുക്കാനോ ഒന്നും നിങ്ങൾക്ക് പാടില്ല. അത് നിങ്ങൾക്ക് പാടില്ല. ഹർബിയായ കാഫിർ അഥവാ മുസ്ലിമീങ്ങളെ ദീനിൻ്റെ പേരിൽ അവരോട് യുദ്ധം ചെയ്യുകയും അവരെ പുറത്താക്കുകയും പരസ്പരം സഹകരിക്കുകയും ചെയ്ത കാഫിറാണ് ഹർബിയായ കാഫിർ എന്ന് പറയുക. അവന് മറ്റുള്ള കാഫിറുകളെ പോലെയല്ല. അവൻ മറ്റുള്ളവർക്ക് സഹായങ്ങൾ ഒക്കെ ചെയ്തു കൊടുക്കുന്നത് അനുവദനീയമാണ്, നല്ലതാണ്. എന്നാൽ ഇങ്ങനെയുള്ളവർക്ക് സഹായങ്ങൾ പോലും ചെയ്തു കൊടുക്കാൻ പാടില്ലാത്തതാണ്. വമൻ യതവല്ലഹും അവരോട് ആരാണോ ബന്ധം ചേർത്തത് ഫൗലായിക ഹുമുൽ ളാലിമൂൻ അവരാണ് അക്രമികൾ, അവർ തന്നെയാണ് ളാലിമുകൾ. ഈ ആയത്ത് മുസ്ലിമീങ്ങളല്ലാത്ത എല്ലാവരോടും ഒരു നിലക്കും ഒരു സഹകരണത്തിനും പാടില്ല എന്ന് പറയുന്നവർക്കും അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നവർക്കുമൊക്കെ എതിരായുള്ള വ്യക്തമായ തെളിവാണ്. ഇസ്ലാം എന്നാൽ കുഫാറുകളെ ഒരു മുസ്ലിമീങ്ങളല്ലാത്തവരെ അവർക്കൊരു നീതിയും ചെയ്തു കൊടുക്കാനോ ഒരു നന്മയും ചെയ്തു കൊടുക്കാനോ പാടില്ല എന്നാണ് അള്ളാഹുവിൻ്റെ ദീനിലുള്ളത്, ഇസ്ലാമിലുള്ളത് എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്കെതിരുള്ള വ്യക്തമായ അള്ളാഹുവിൻ്റെ ഖുർആനിലെ തെളിവാണ് ഈ ആയത്ത്. അസ്മാ ബിൻത് അബി ബക്കർ റളിയല്ലാഹു അൻഹ അവർ പറഞ്ഞു ഖദിമത് ഉമ്മി വഹിയ മുശ്രിക എൻ്റെ ഉമ്മ മുശ്രിക്കത്തായിരിക്കെ എൻ്റെ ഉമ്മ അസ്മാ റളിയല്ലാഹു അബൂബക്കർ സിദ്ദീഖിൻ്റെ മകൾ അസ്മാ ബിൻത് അബി ബക്കർ ആയിഷ റളിയല്ലാഹു അൻഹയുടെ സഹോദരി ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഉമ്മ ഉമ്മു റുമാൻ അവർ മുസ്ലിമത്തായിരുന്നു. ആയിഷയുടെ ഉമ്മ ഉമ്മു റുമാൻ അവർ മുസ്ലിമത്തായിരുന്നു. അസ്മാഇൻ്റെ ഉമ്മ വേറെയാണ്, അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ വേറെ ഭാര്യയാണ്. അവർ വന്നു, മുശ്രിക്കത്തായിരുന്നു, മദീനയിലേക്ക് വന്നു. ഫി അഹദി ഖുറൈശിൻ ഇദാ ആഹദു ഹുദൈബിയ സന്ധി നിലനിൽക്കുന്ന സമയത്ത് മക്കയിൽ നിന്ന് അവർ മദീനയിലേക്ക് അസ്മാഇൻ്റെ അടുത്തേക്ക് വന്നു. ഫഅതൈതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖുൽതു അവർ പല സമ്മാനങ്ങളൊക്കെ കൊണ്ടായിരുന്നു വന്നത്. അപ്പോൾ അസ്മാ റളിയല്ലാഹു അൻഹ നോക്കണം, സ്വന്തം ഉമ്മയായിട്ടും നബിയോട് വന്ന് ചോദിക്കുകയാണ്, നബിയെ യാ റസൂലല്ലാഹ് ഇന്ന ഉമ്മി ഖദിമത് വഹിയ റാഗിബത്തുൻ അഫഅസിലുഹാ എൻ്റെ ഉമ്മ എന്നോട് ബന്ധം ചേർക്കാൻ ആഗ്രഹിച്ചു വന്നിട്ടുണ്ട്, ഞാനവരോട് ബന്ധം ചേർക്കട്ടെ. നോക്കൂ സ്വന്തം ഉമ്മയാണ്, പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ് അവർ. ഖാല നഅം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നഅം അതെ സിലി ഉമ്മക് നിന്റെ ഉമ്മയോട് നീ ബന്ധം ചേർത്തുകൊള്ളുക. ഇത് മുസ്ലിമീങ്ങളോട് ഇങ്ങനെ ഹർബിന് നിൽക്കാത്ത, യുദ്ധത്തിനോ അതുപോലെ അവരെ പുറത്താക്കാനോ നിൽക്കാത്ത കാഫറുകൾ മുസ്ലിമീങ്ങളല്ലാത്തവർ അവർക്ക് നന്മ ചെയ്യൽ അള്ളാഹു അനുവദിച്ചിട്ടുള്ളതാണ്. നീതി എല്ലാവരോടും പാലിക്കൽ അള്ളാഹു കൽപ്പിച്ചിട്ടുള്ളതാണ്. അവർക്ക് നന്മ ചെയ്യൽ അള്ളാഹു അനുവദിച്ചിട്ടുള്ളതാണ്. അത് ഖൈറായ കാര്യമാണ്, അതിന് പുണ്യമുണ്ട് മുസ്ലിമിന്. അതുപോലെ ഇസ്ലാമിലേക്ക് അവരുടെ കൽബ് ഇണക്കുക എന്ന കാര്യം കൂടി അതിലുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നീതി പാലിക്കുന്നത് ഇഷ്ടപ്പെടുന്നു. അള്ളാഹു മുഖ്സിത്തുകളെ ഇഷ്ടപ്പെടുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസ് അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്നതായി ഇമാം മുസ്ലിം ഉദ്ധരിച്ചിരിക്കുന്നു. അൽ മുഖ്സിതൂന അലാ മനാബിർ മിൻ നൂരിൻ അൻ യമീനിൽ അർശ് المقسطون على منابر من نور عن يمين العرش الذين يعدلون في حكمهم وأهاليهم وما ولوا. നോക്കണം, അൽ മുഖ്സിതൂൻ
അള്ളാഹു മുഖ്സിത്തുകളെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞല്ലോ, നീതി പാലിക്കുന്നവർ. അവർ പരലോകത്ത് അലാ മനാബിറ മിൻ നൂരിൻ, പ്രകാശത്തിൻ്റെ വലിയ മിമ്പറുകളിൽ മേലായിരിക്കും. അൻ യമീനിൽ അർഷ്, അള്ളാഹുവിൻ്റെ അർഷിൻ്റെ വലതുഭാഗത്ത്. അവരാരാണ്? അല്ലദീന യഅദിലൂന ഫി ഹുക്മിഹിം, അവരുടെ തീർപ്പ് കൽപ്പിക്കലുകളിൽ അവർ വിധി പറയുന്നുണ്ടെങ്കിൽ അവരതിൽ നീതി പാലിക്കും. വഅഹാലീഹിം, അവരുടെ കുടുംബത്തിൽ അവർ നീതി പാലിക്കും. വമാ വലു, അവർ ഏൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ ഏതുണ്ടോ അതിലെല്ലാം നീതി പാലിക്കുന്നവർ. അങ്ങനെയുള്ള മുസ്ലിമീങ്ങൾക്ക് അള്ളാഹു നൽകുന്ന പ്രതിഫലം എന്താണ്? പരലോകത്ത് വലിയ സ്ഥാനത്ത്, അള്ളാഹുവിൻ്റെ അർശിൻ്റെ വലതുഭാഗത്ത്, പ്രകാശത്തിൻ്റെ വലിയ മിമ്പറുകളിൽ, വലിയ ഇരിപ്പിടങ്ങളിലായിരിക്കും അവർ എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് അടുത്ത ദിവസം പറയാം. അല്ലാഹു തആല ആലം. സല്ലല്ലാഹു വസല്ലമ വബാറക അലാ അബ്ദിഹി വറസൂലിഹി നബിയിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.